ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കോളേജിൽ ഇന്ന് പൊങ്കൽ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കുറച്ച് ട്രഡീഷണൽ ആയിട്ടെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്, എന്നാലും കുറച്ച് പോരായ്മകളുണ്ട്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഇങ്ങനൊരു തമിഴ് കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമുക്കത് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ നോക്കുമ്പോൾ കുതിരയും കാളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. പൊങ്കൽ നടക്കുന്നത് തമിഴ് ഡിപ്പാർട്ട്മെൻറ്റാണ്, നമ്മുടെ കോളേജിലെ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഓണം വൈബാണ് അവർക്ക് പൊങ്കൽ എന്ന് പറയുമ്പോൾ. ഇത് മെയിനായിട്ട് ഈ അവരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞാൽ അവർ പശു അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓണം പോലെയൊക്കെ തന്നെയാണ്. ആ കുട്ടികളാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് പൊങ്കലിൻ്റെ ഓരോ ചടങ്ങുകൾ എന്ന് പറയുന്നത്. അടുപ്പ് കൂട്ടുക, എന്നിട്ട് അത് നമ്മുടെ കലം വെച്ചിട്ട് അതിൽ പൊങ്കൽ ഉണ്ടാക്കുകയാണ്. ഇതവർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാമല്ലോ, കുട്ടികളാണ് ചെയ്യുന്നത്. അതിൻ്റേതായ കറക്റ്റ് ആ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ പോലും അവർ ആ മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ എന്താണ് പൊങ്കലിൻ്റെ ഐതിഹ്യം കാര്യങ്ങളെന്നും ബാക്കിയുള്ള കുട്ടികളെ മനസ്സിലാക്കി തരുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളും. എനിക്ക് അത്ഭുതമായിപ്പോയത് ഈ കുട്ടി ആ ഒരു ഇത് വെച്ചിട്ട് വരക്കുന്ന പൊങ്കലിൻ്റെ ആ ഒരു കോലം എന്നല്ലേ പറയുക, അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോൾ. നമ്മൾ പെൻസിലും പേനയും ഉപയോഗിച്ച് വരച്ചാൽ പോലും സ്കെയിലെല്ലാം ഉപയോഗിച്ച് വരച്ചാൽ പോലും ഇത്രയും വൃത്തിയാവുമെന്നൊന്നും എനിക്കറിയില്ല. ആളെത്ര പെർഫെക്റ്റ്. അതുപോലെ തന്നെ ജസ്റ്റ് ആ വീഡിയോ വെച്ചപ്പോൾ ഞാൻ കണ്ട ആ ഒരു തറയും പിന്നെ കണ്ടതും ഭയങ്കര ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, എന്ത് ഭംഗിയായിട്ടാണ് ആ കോലം ഇട്ടത് എന്നാണ്. ശരിക്കും നല്ല ഭംഗിയായിട്ടാണ് ആളത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പൊങ്കലിന് ഞങ്ങളെന്ന് പറഞ്ഞാൽ പൊങ്കലിൻ്റെ ഒരു പ്രസാദമോ എന്താണെന്ന് പറയുക, ഈ ഒരു പായസം, പൊങ്കൽ കഞ്ഞി അങ്ങനെയൊക്കെ പറയുന്ന ഈ ഒരു സംഭവം കഴിക്കാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. കാരണം വെച്ചാൽ അതുപോലെ തന്നെ കാര്യങ്ങളും കൾച്ചറും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാമല്ലോ എന്ന രീതിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവരെ കൊണ്ട് പറ്റുന്നതിൽ മാക്സിമം അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റാണ് അതുപോലെ ഈ തമിഴ് ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികൾ അവതരിപ്പിച്ച് അവരുടെ ഒരു കൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗായ്സ് ഇന്നത്തെ പൊങ്കൽ വിശേഷം എന്ന് പറയുന്നത്. ശരിക്കും നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ഇങ്ങനെയുള്ള പരിപാടികളിൽ കോളേജുകളിൽ കണ്ടക്ട് ചെയ്യുന്ന വഴി നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതോടെ നമ്മുടെ പൊങ്കൽ സെലിബ്രേഷൻ കഴിഞ്ഞു.